1978 ജൂലൈ 25-നാണ് ഗ്രേറ്റ് ബ്രിട്ടനിൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബിയായ ലൂയിസ് ബ്രൗൺ ജന്മം കൊണ്ടത്. അതിനുശേഷം ഈ കഴിഞ്ഞ 46 വർഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് IVF വഴി ലോകമെമ്പാടും ഉണ്ടാകുന്നത്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും IVF-നെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് IVF എന്നുള്ളത് അൺനാച്ചുറൽ ആയിട്ടുള്ളതും പ്രകൃതി വിരുദ്ധവുമായ ഒരു ട്രീറ്റ്മെന്റ് ആണോ എന്നുള്ളത്. അതിന്റെ ഉത്തരം അല്ല എന്നാണ്. IVF എന്നല്ല ഒരു വന്ധ്യതാ ചികിത്സയ്ക്ക് നമുക്ക് പുതിയതായി ജീവൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പുതിയ ജീവൻ ഉണ്ടാകാൻ സഹായിക്കുക മാത്രമാണ് നമ്മൾ IVF ചികിത്സയിലൂടെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ശരീരത്തിന്റെ അകത്ത് വെച്ച് അണ്ടവും ബീജവും കൂടിച്ചേർന്ന് ഒരു ഭ്രൂണം ആകാൻ അല്ലെങ്കിൽ ഒരു ഗർഭധാരണം സാധ്യമാകാൻ പറ്റാത്ത കപ്പിൾസ് നമ്മൾ ഈ അണ്ടവും ബീജവും ശരീരത്തിന് വെളിയിലെടുത്ത് ലാബിൽ വെച്ച് ബീജസങ്കലനം ചെയ്ത് ഭ്രൂണം ആക്കി ഒരു ജീവൻ ഉണ്ടാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന അണ്ടവും ബീജവും ജീവനുള്ള കോശങ്ങളാണ്. ഈ അണ്ടവും ബീജവും ലാബിൽ വെച്ച് കൂട്ടിച്ചേർത്ത് ഭ്രൂണം ആക്കുക എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ആദ്യ സെൽസ് ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുക അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ പുതുജീവൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ച് വന്ധ്യതാ ചികിത്സയിൽ ഏറ്റവും സക്സസ് കിട്ടുന്ന IVF ചികിത്സ വേണ്ടെന്ന് വെക്കുന്നത് ഒരു വിഡിത്തമാണ്.